ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിലെ വീട്ടിൽ വോട്ടിൽ ഒപ്പിടാതെ പോളിംഗ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം അസാധുവാക്കിയെന്ന ആരോപണവുമായി UDF. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് UDF നേതൃത്വം. വീട്ടിലെ വോട്ടടക്കം 12,665 പോസ്റ്റൽ വോട്ടുകളാണ് കാസർഗോഡ് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത്. ഇതിൽ 3,838 വോട്ടുകളും അസാധുവായി. അതായത് 30% വോട്ടുകൾ അസാധു. UDF സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താന് 3,022 പോസ്റ്റൽ വോട്ടുകൾ ലഭിച്ചപ്പോഴാണ് അതിലേറെ വോട്ടുകൾ അസാധുവായത്. കൃത്യമായി പേരെഴുതാതെയും ഒപ്പിടാതെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വോട്ട് അസാധുവാക്കിയെന്നാണ് UDFന്റെ ആരോപണം. ഗുരുതരമായ കൃത്യ നിർവഹണത്തിലുള്ള വീഴ്ചയാണ്. ഒരു പൊതുസേവകൻ്റെ കൃത്യനിർവഹണത്തിലുള്ള വീഴ്ചയ്ക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്രായമായ ആളുകളുടെ വോട്ടുകൾ ശേഖരിക്കാൻ സർക്കാർ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ വൻതോതിലുള്ള മാൻ പവറും ഫണ്ടും ഒക്കെ ഉപയോഗിച്ച് പ്രവർത്തനം നടത്തുമ്പോൾ അതിനെ കൊഞ്ഞനം കാട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് പോൾ ഓഫീസർമാർ ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷ സംഘടനയിലെ ഉദ്യോഗസ്ഥരാണ് ഇതിന് പിന്നിലെന്നും UDF ആരോപിക്കുന്നു. പ്രായമായവരുടെ അടക്കം വോട്ട് അസാധുവാക്കിയത് വഴി തെരഞ്ഞെടുപ്പ് പ്രക്രിയയാകെ ഉദ്യോഗസ്ഥർ അട്ടിമറിച്ചെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുമാണ് ആവശ്യം. പ്രശ്നം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് UDF. 24 കാസർഗോഡ്.